എവരിത്തിങ് ഈസ് അപ്പ് ഇൻ ദ എയർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. എവരിത്തിങ് ഈസ് അപ്പ് ഇൻ ദ എയർ. ഇതുപയോഗിച്ചൊരു സെൻറ്റൻസ് പറയാം. ഞങ്ങൾ ജർമ്മനിയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നു, പക്ഷെ വിസ ലഭിക്കുന്നത് വരെ കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല. We are planning a trip to the Germany, but everything is up in the air until our visas are approved. I am into minds about it. ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഞാൻ ആശയക്കുഴപ്പത്തിലാണ് എന്നതാണ് മീനിങ്. I am into minds about it. ഇത് ഉപയോഗിച്ച് ഒരു സെൻറ്റൻസ് പറയാം. പുതിയ ജോലി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്, കാരണം അതിനായി മറ്റൊരു നഗരത്തിലേക്ക് മാറേണ്ടി വരും. I am into minds about accepting the new job offer because it requires moving to a different city. Make up your mind എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമെടുക്കൂ. Make up your mind. ഇതുപയോഗിച്ചൊരു സെൻറ്റൻസ് പറയാം. നീ 20 മിനിറ്റായി മെനു നോക്കുന്നു, നമുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി ദയവായി ഒരു തീരുമാനമെടുക്കും. You have been looking at the menu for 20 minutes. Please make up your mind so we can order. That's fair point എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു അഭിപ്രായമാണ്, അല്ലെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. That's fair point. ഇതുപയോഗിച്ചൊരു സെൻറ്റൻസ് പറയാം. അതൊരു നല്ല കാര്യമാണ്, എങ്കിലും അതിലടങ്ങിയിരിക്കുന്ന വെല്ലുവിളികൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. That's a fair point, but we still need to consider the risk involved. That's a fair point, but we still need to consider the risk involved. That rings a bell എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് പരിചയം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എവിടെയോ കേട്ട പോലെ തോന്നുന്നു. ഈ പാട്ട് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഈണം എവിടെയോ കേട്ടു പരിചയമുണ്ട്. I think I have heard this song before. The melody really rings a bell. Beat around the bush എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വളച്ചൊടിച്ച് സംസാരിക്കും. അതായത് ഒരു കാര്യം നേരിട്ട് പറയാതെ വളച്ചൊടിച്ച് സംസാരിക്കുക. Beat around the bush. Stop beating around the bush and tell me exactly what happened. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വളച്ചൊടിക്കാതെ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയും. Stop beating around the bush and tell me exactly what happened. Back to the drawing board എന്ന് പറഞ്ഞാൽ വീണ്ടും ആദ്യം മുതൽ തുടങ്ങുക. അതായത് ഒരു പ്ലാൻ പരാജയപ്പെടുമ്പോൾ അത് ഉപേക്ഷിച്ച് വീണ്ടും ആദ്യമേ തുടങ്ങുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. Back to the drawing board. Our first marketing plan did not work at all, so it's back to the drawing board for us. ഞങ്ങളുടെ മാർക്കറ്റിംഗ് പ്ലാൻ ഒട്ടും വിജയിച്ചില്ല, അതുകൊണ്ട് ആദ്യം മുതൽ പുതിയതായി തുടങ്ങണം. Our first marketing plan did not work at all, so it's back to the drawing board for us. Take it with a grain of salt എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പൂർണ്ണമായി വിശ്വസിക്കാതെ അല്പം സംശയത്തോടെ കാണുക.
ടേക്ക് ഇറ്റ് വിത്ത് എ ഗ്രെയിൻ ഓഫ് സാൾട്ട്. He says he met a movie star, but I would take it with a grain of salt. He likes to exaggerate. ഒരു സിനിമാ താരത്തെ കണ്ടു എന്ന് അവൻ പറയുന്നു, പക്ഷെ അത് പൂർണ്ണമായി വിശ്വസിക്കേണ്ട. കാര്യങ്ങൾ അല്പം പെരുപ്പിച്ചു പറയുന്ന സ്വഭാവം അവനുണ്ട്. He says he met a movie star, but I would take it with a grain of salt. He likes to exaggerate.